ഇന്നെൻ്റെ വിശേഷം തന്നെ ഇന്ന് നല്ല വിശേഷമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നോക്കി നമ്മുടെ കയ്പ്പയ്ക്ക് പന്തലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇത്. അപ്പോൾ വിശേഷം എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല, വിയറ്റ്നാം ഏർലിമ ഇതാ വീണ്ടും ചക്ക ഉണ്ടായി തുടങ്ങി. അപ്പോൾ നമുക്ക് 2 വിയറ്റ്നാം ഏർലിയാണ് ഉള്ളത്. 2 വിയറ്റ്നാം ഏർലിയും ഇതേപോലെ തന്നെ നന്നായി ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊല്ലത്തിലൊരു 3 പ്രാവശ്യമാണ് നമുക്ക് ചക്ക ഉണ്ടാവുക. ഒരു ചെറിയൊരു പ്ലാവും തൈയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതുമ്പോൾ ഇതാ ഒരു ഇടിയും ചക്ക ഇട്ടിട്ടുണ്ട് അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിലും അതേപോലെ കത്തിയും ഇതാ വെളിച്ചെണ്ണയ്ക്ക് പുരട്ടി കൊടുത്ത് ഇതാ ഇടിയും ചക്ക നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇടിയും ചക്ക കൊണ്ടുള്ളൊരു തോരനായിട്ട് റെഡിയാക്കിയത്. അപ്പോൾ രാവിലെ ഇന്ന് കഞ്ഞി വേണ്ട, ഇടിയും ചക്ക തോരനും കട്ടൻ കാപ്പിയായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടുത്തെ പറമ്പിലേക്ക് വന്നു, കാരണം തക്കാളി പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പടവലങ്ങയുടെ ഇലയമ വല്ല പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കി. ഇത് നമ്മുടെ എന്താ പറയുക കൊണ്ടോട്ടമുളക് ഉണ്ടാക്കാനുള്ളതാണ്, അത് തൈര് കൊണ്ടോട്ടമുളക് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി പിന്നെ നേരെ നമ്മുടെ പറമ്പിലേക്ക് വന്നു. അവിടെ കുറച്ച് പയറിൻ്റെ കടയ്ക്ക് കുറച്ച് കളപ്പുല്ല് വലിക്കാണ്ടായിരുന്നു, അതൊക്കെ വലിച്ച് പിന്നെ നമ്മുടെ വെണ്ണീറൊക്കെ ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ കയ്പ്പക്കായ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വാഴക്കൂമ്പൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിക്കൂടൊക്കെ കഴുകി വൃത്തിയാക്കി കേട്ടോ. കോഴിക്കൂടൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ തവിടും കാര്യങ്ങളൊക്കെ നനച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴിക്ക് കൊടുക്കുന്ന തീറ്റ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ നല്ല നാടൻ കോഴിമുട്ടയൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഞാൻ ആ വാഴക്കൂമ്പൊക്കെ ഇതാ വെട്ടി ചെറുതാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടുപാട്ടാണെങ്കിൽ അതിൻ്റെ ചുറ്റേൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തവിടിലാട്ടോ നമ്മുടെ വാഴക്കൂമ്പ് നമ്മൾ വെട്ടി നുറുക്കിയതൊക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ നന്നായി നനച്ചിട്ടാട്ടോ നമ്മൾ അവർക്ക് തിന്നാൻ കൊടുക്കുക. അപ്പോൾ കുട്ടിപ്പട്ടാളാണെങ്കിൽ ഒപ്പം എൻ്റെ കൂടെ നിൽക്കും. പിന്നെ കല്യാണിക്കുട്ടി ഇത് നല്ല ഉഷാറായിട്ടുണ്ട്, എന്നെ കാണുമ്പോൾ കിണിങ്ങി കൊണ്ട് ഇരിക്കുന്ന കേട്ടോ. അതിനുശേഷം നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഒരു പാചകം ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇന്ന് അത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ.